നമസ്കാരം. സർക്കാരുകൾ നൽകുന്ന പുരസ്കാരങ്ങൾക്കും അവാർഡുകൾക്കുമെല്ലാം അതിൻ്റേതായ മൂല്യമുണ്ട്. ആ മൂല്യം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ അവാർഡ് കൊടുക്കുന്നവർക്കും അത് വാങ്ങുന്നവർക്കും ഒരുപോലെയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2014 ശേഷം, അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ പത്മ അവാർഡുകൾ ആർക്കൊക്കെ നൽകുന്നു എന്ന് പരിശോധിച്ചാൽ ആ അവാർഡുകൾ നൽകുന്നതിലെ കൃത്യമായ സത്യസന്ധത, അതിൻ്റെ മൂല്യം, ഇതെല്ലാം തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് പണം കൊടുത്തു വാങ്ങാവുന്ന ഒരു അവാർഡ് എന്ന നിലയിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരുന്ന രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ സിവിലിയൻ അവാർഡുകളെ അങ്ങേയറ്റം മോശമായ രീതിയിൽ കൊണ്ടുചെന്നെത്തിച്ചിരുന്നു കോൺഗ്രസ് ഭരണം. എന്നാൽ അത് രാജ്യത്തിൻ്റെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അവാർഡുകളുടെ പരിപാവനതയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നിതാന്തമായ ശ്രമം നടത്തി, ബോധപൂർവമായ ശ്രമം നടത്തി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പത്മ അവാർഡുകൾ അത് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ആളുണ്ട്, അത് സ്വീകരിക്കുന്നത് കാണാൻ ആളുണ്ട്. തീർച്ചയായും ഈ അവാർഡുകളെക്കുറിച്ച് യാതൊരുവിധ വിവാദങ്ങളോ മറ്റ് നെഗറ്റീവ് ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എല്ലാവരും ഈ പത്മ അവാർഡികളെ കൃത്യമായി തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും മാത്രമല്ല, പത്മ അവാർഡ് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വലിയ വിലയുണ്ട്. ആ പുരസ്കാരത്തിനും ആ നഷ്ടപ്പെട്ടു പോയ മൂല്യം വീണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വ്യക്തിക്ക് അവാർഡ് നൽകുന്ന ചിത്രമാണ്. 2019 ബെസ്റ്റ് NRI എൻ്റർപ്രണർ അവാർഡ് അല്ലെങ്കിൽ NRI ബിസിനസ്മാൻ അവാർഡാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത്. കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ ഷിഹാബ് ഷാ എന്ന ഒരു ബിസിനസ്സുകാരനാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. വേദിയിൽ ആരൊക്കെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ അവാർഡിൻ്റെ പ്രൗഢി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് 2019 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. പിന്നിൽ നിൽക്കുന്നത് ശ്രീരാമകൃഷ്ണനാണ്. അദ്ദേഹം അന്ന് സ്പീക്കറായിരുന്നു. അതോടൊപ്പം തന്നെ EP ജയരാജൻ ഉണ്ട്, അദ്ദേഹം അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനുണ്ട്, അദ്ദേഹവും മന്ത്രിയായിരുന്നു. തൊട്ടിപ്പുറത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസുമുണ്ട്. എന്തായാലും വളരെ പ്രൗഢഗംഭീരമായ വേദിയാണ്. ഔദ്യോഗികമായ ഒരു പുരസ്കാര സമർപ്പണമാണ്. കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ ഷിഹാബ് ഷായെക്കുറിച്ച് ലഭിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ തേടി കേരള പോലീസ് ദുബായിലെത്തിയിരുന്നു. ദുബായിലെത്തിയപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് ഷിഹാബ് ഷാ നേരത്തെ തന്നെ അതേ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ UAE അധികൃതർ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ് എന്നതാണ്. അതായത് സർക്കാർ ഏറ്റവും നല്ല പ്രവാസി ബിസിനസ്മാനുള്ള പുരസ്കാരം സമ്മാനിച്ച് ആദരിച്ച വ്യക്തി ഇന്ന് ദുബായിലെ ജയിലുകളിലാണ്. എന്ന് പറഞ്ഞാൽ, ഒരു പുരസ്കാരം നൽകുന്നതിന് മുമ്പ് ആ വ്യക്തി ആരാണ്, ആ വ്യക്തി ഈ മേഖലയ്ക്ക് നൽകിയ സംഭാവന എന്താണ്, എത്രമാത്രം സത്യസന്ധമായിട്ടാണ് ആ വ്യക്തി ആ മേഖലയിൽ ഇടപെട്ടിട്ടുള്ളത്. ബിസിനസ് അവാർഡൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായും ഈ മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ എളുപ്പമാണ്. അയാൾ കൊണ്ടു നടക്കുന്ന സ്ഥാപനങ്ങൾ, അയാൾ ഡയറക്ടറായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം എങ്ങനെയാണ്, അത് കമ്പനിയാണോ, അത് പാർട്ണർഷിപ്പ് ബിസിനസ്സാണോ, അതോ സോൾ പ്രൊപ്രൈറ്റർ ബിസിനസ്സാണോ, എന്ത് ബിസിനസ്സാണ് അയാൾ നടത്തുന്നത്, അയാൾക്ക് എത്ര വർഷമായി ഈ മേഖലയിൽ പാരമ്പര്യമുണ്ട്, അയാൾ എന്തൊക്കെയാണ് ഈ ബിസിനസ്സുമായി സമൂഹത്തിന് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അയാളുടെ കമ്പനികളുടെ കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതെല്ലാം കൃത്യമായി പരിശോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതൊന്നും പരിശോധിക്കാതെ ആട്, തേക്ക്, മാഞ്ചിയം ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് കേരള സർക്കാർ അവാർഡ് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ, ആ പുരസ്കാരങ്ങൾ നൽകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം അത് കൃത്യമായി ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. അതല്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ അവാർഡിൻ്റെ ശോഭ കെട്ടുപോകും. ഈ അവാർഡ് വാങ്ങുന്നവരെല്ലാം ഇങ്ങനെയുള്ളവരാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. ഒരു സർക്കാർ പുരസ്കാരത്തിൻ്റെ മൂല്യം ശോഷിച്ചു പോകും. എങ്ങനെയാണോ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് രാജ്യത്തെ പത്മ അവാർഡുകളുടെ സ്ഥിതി എങ്ങനെയാണോ പോയത്, ആ നിലയിലേക്ക് രാജ്യത്ത്, അത് സംസ്ഥാന സർക്കാർ നൽകുന്നതാകട്ടെ കേന്ദ്ര സർക്കാർ നൽകുന്നതാകട്ടെ, അവാർഡുകളുടെ മൂല്യം ആ രീതിയിലേക്ക് ഇടിഞ്ഞു പോകും. പക്ഷേ ഇത് ഇവിടെ എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പാർട്ടിയുമായി എന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കുന്നതിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ പാർട്ടി ആഫീസിലേക്ക് കൊടുത്തുവിടുന്ന
പെട്ടിക്കുള്ളിലെ നോട്ടുകെട്ടുകളുടെ ബലത്തിൽ, മാത്രമല്ല പാർട്ടിയിലേക്കോ സർക്കാരിലേക്കോ നൽകുന്ന സ്പോൺസർഷിപ്പുകളുടെ ബലത്തിലൊക്കെ ഇങ്ങനെ പുരസ്കാരം നൽകിയാൽ നാളെ കേരള പോലീസ് അന്വേഷിച്ചു പോകുമ്പോൾ ഇയാൾ ദുബായിലെന്നല്ല രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെയെങ്കിലും ജയിലിലായിരിക്കും. ഇയാൾ പിന്നീട് ഏറ്റവും വലിയ തട്ടിപ്പുകാരനായി മാറിയേക്കാം. അന്ന് ഈ സംസ്ഥാനം ഇയാൾക്ക് കൊടുത്ത അവാർഡ്, ആ അവാർഡിൻ്റെ മൂല്യം എങ്ങോട്ട് പോയി എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തേക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.